ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് കേക്കുമായിട്ടാണ്. അതായത് നമുക്ക് അഗാർ അഗാർ പൗഡർ ഉപയോഗിച്ച് ഈ ഫ്രൂട്ട് കേക്ക് തയ്യാറാക്കിയെടുക്കാം. നമുക്ക് ഫ്രഷ് ഫ്രൂട്ടിൻ്റെ യാതൊരു ടേസ്റ്റും നഷ്ടപ്പെടാതെ നമുക്ക് ഒരു അടിപൊളി കേക്ക് തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വളരെ ഇഷ്ടമായിരിക്കും. അതുപോലെ ബർത്ത്ഡേ പാർട്ടിക്കോ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഞാൻ എൻ്റെ ചാനലിൽ വേറെ കുറച്ച് നല്ല വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ അതും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പം നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് കിടക്കാം. ഞാനിവിടെ ഒരു പാനിലേക്ക് 250 ml ഒരു കപ്പിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് 500 ml വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുത്തു. ഞാൻ 500 ml വെള്ളത്തിലേക്ക് 1 ടീസ്പൂണോളം അഗാർ അഗാർ പൗഡർ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ ആട്ടോ, 1.5 ടീസ്പൂണ് അഗാർ അഗാർ പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. ഇതാണ് അഗാർ അഗാർ പൗഡർ. അപ്പം ഇത് നമ്മൾ ചൂടുവെള്ളത്തിൽ ഇടാൻ പാടില്ല, തണുത്ത വെള്ളത്തിൽ തന്നെ ഇടണം. എന്നിട്ടിനി ചൂടാക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ സ്റ്റൗ ഓൺ ആക്കിയിട്ടില്ല. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് സ്റ്റൗ ഓൺ ആക്കാം. ഇനി ഇത് നന്നായിട്ട് പൗഡറില്ലേ ഇതിലേക്ക് നന്നായിട്ട് മെൽറ്റ് ആവണം. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, കട്ട പിടിക്കരുത്. ഇനി അതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ കെയിൻ ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് ചേർത്ത് കൊടുക്കാം. ഇത് 125 ml ഒരു കപ്പിലാണ് ഞാൻ മെഷർ ചെയ്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് മധുരം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ചേർത്ത് കൊടുത്താൽ മതി. അത് നന്നായിട്ടൊന്ന് മെൽറ്റായി കഴിയുമ്പോൾ മധുരത്തിൻ്റെ അളവൊന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് മധുരം കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. കെയിൻ ഷുഗർ ഇട്ടതുകൊണ്ട് തന്നെ പിന്നെ നമ്മുടെ വെള്ളത്തിൻ്റെ കളർ തന്നെ ചെറിയൊരു യെല്ലോയിഷ് കളറായി. അപ്പം ആ കളർ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് ഷുഗർ ചേർത്ത് കൊടുക്കാം. എനിക്കത് കുറച്ചുകൂടി ഡാർക്ക് യെല്ലോ ആക്കണം. അപ്പം ഞാൻ അതിലേക്ക് ഇച്ചിരി മാംഗോ ജ്യൂസ് ചേർത്ത് കൊടുക്കുക. അതിനളവ് കൃത്യമായിട്ടില്ല, അതായത് നമുക്ക് കളർ എത്ര കളറാണോ വേണ്ടത് അതനുസരിച്ചുള്ള മാംഗോ ജ്യൂസ് ചേർത്ത് കൊടുക്കുക. നല്ലൊരു ഫ്ലേവർ ഉണ്ട് മാംഗോ ജ്യൂസ് ചേർത്തപ്പം. ഇത്തിരി കൂടി ചേർത്ത് കൊടുക്കുക, ഇതിൻ്റെ കളർ വേണം. ഇതുപോലെ ഒരു സ്പൂൺ എടുത്ത് കോരി കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ അഗാർ അഗാർ പൗഡർ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. ഇപ്പം നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. മധുരം വേണമെന്ന് ഒന്നുകൂടെ ചെക്ക് ചെയ്തു കേട്ടോ. മധുരം ആവശ്യമുണ്ട് എക്സ്ട്രാ ഷുഗർ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പം നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. ഇനി എക്സ്ട്രാ ഷുഗറിൻ്റെ ആവശ്യമില്ല, ഷുഗർ ഇട്ട് കൊടുത്തത് കറക്റ്റ് അളവാണ്. ഇത് വാങ്ങാൻ പോവുകയാണ്. ഓൾറെഡി തിളച്ച് വരുന്നുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി നമുക്ക് ചെറുതായിട്ട് ഇത് കൂളാവണം. നമ്മൾ ഫ്രൂട്ട് ഇതിലേക്ക് ഇടുമ്പോൾ ഇത് ചൂടുള്ളതിനകത്തേക്ക് ഇട്ടിട്ട് കഴിഞ്ഞാൽ ഫ്രൂട്ടിൻ്റെ ഫ്രഷ്നെസ് എല്ലാം മാറിപ്പോകും. ഞാൻ ഇനി ഇത് കൂളാകാൻ വെക്കാൻ പോവാം കേട്ടോ. കാരണം ഒത്തിരി കൂളാവരുത്, കൂളായി കഴിഞ്ഞാൽ സെറ്റായി പോകും. ഇപ്പം ഞാൻ ആദ്യം തയ്യാറാക്കിയ മിക്സ്ചർ മാറ്റി വെച്ചു. ഇനി ഇതിലേക്ക് 500 ml വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1.25 ടീസ്പൂണോളം അഗാർ അഗാർ ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം ചെയ്തപോലെ തന്നെ ചെയ്തെടുക്കുക. ഞാനിത് 3 ലെയറായിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്, അതുകൊണ്ടാണ്. സ്റ്റൗ ഓൺ ചെയ്യാം. അഗാർ അഗാർ ഏകദേശം മെൽറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പൗഡേർഡ് ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത്. അതായത് 125 ml ഒരു കപ്പിലാണ് അളന്നെടുത്തിരിക്കുന്നത്. ഇത് വൈറ്റ് ആണ്. ആദ്യം ഞാൻ കെയിൻ ഷുഗറാണ് ചേർത്തത്. നമുക്ക് ആദ്യം ഇപ്പോഴും കെയിൻ ഷുഗർ വേണേൽ ചേർക്കാം, പക്ഷെ അപ്പോൾ വെള്ളത്തിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറും. അപ്പോൾ എനിക്കത് കളർ മാറുണ്ട്, അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഞാൻ വൈറ്റ് ഷുഗർ ചേർത്തിരിക്കുന്നത്, നമ്മുടെ സാധാരണ ഷുഗർ. ഇതിപ്പം നന്നായിട്ടായിട്ടുണ്ട്. നമുക്കിത് വാങ്ങി വെക്കാം. ഇത് നമുക്ക് റൂം ടെമ്പറേച്ചർ ആകുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. ഇനി ഞാൻ കോക്കനട്ട് മിൽക്ക് ഒഴിക്കാൻ പോവുകയാണ്. നല്ല തിക്കാണ്, അതുകൊണ്ട് തന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാൻ പോവാം. ഇതും 500 ml ആണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ആദ്യം ഇട്ട പോലെ സെയിം അളവിൽ അഗാർ അഗാർ ഇട്ട് കൊടുക്കാം.
ഇതിലേക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം. ഞാൻ 125 ml കപ്പിൽ അളന്നാണ് ഷുഗർ ഇടുന്നത്. ഷുഗർ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ച് ചേർക്കാവുന്നതാണ്. ഇതിപ്പോൾ ഓക്കെ ആയിട്ട് നമുക്കിത് വാങ്ങി വെക്കാം. ഇതിന് റൂം ടെമ്പറേച്ചർ ആവുന്നിട വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു റൗണ്ട് ആയിട്ടുള്ള ഗ്ലാസിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഞാൻ അതിലേക്ക് നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്തില്ലേ മാംഗോ ഒക്കെ ഇട്ടേ, ഞാൻ അതിലേക്ക് ഒരു സാധനം കൂടി ഇട്ട് കൊടുത്തു. അതായത് കോക്കനട്ട്. അത് ഞാൻ മിക്സിക്കകത്തിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്താണ് കോക്കനട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്. അപ്പോൾ നമുക്ക് ചെറിയ പീസുകളായിട്ട് ഈ സാധനം കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് എന്തോരം തിക്നെസ്സാണ് വേണ്ടത് അതനുസരിച്ച് ചെയ്തു കൊടുക്കാം. ഞാനിവിടെ പോംഗ്രാനറ്റിൻ്റെ കുരുവാണ് ഇവിടെ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട് ഏത് വേണേലും ചേർത്ത് കൊടുക്കാം. ഇത് ഇഷ്ടമില്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം. ഇപ്പം ഞാൻ മാംഗോ ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുത്തതാണ്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. സെയിം കളറാണ്, പക്ഷെ എന്നാലും നമുക്കൊരു എന്താ പറയുക, കാണാൻ ഭംഗിയുണ്ടായിരിക്കും. ഇത് ബ്ലൂബെറീസാണ്, ഞാൻ കട്ട് ചെയ്യുന്നില്ല. ഇനി സ്ട്രോബെറി വെച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ അഗാർ അഗാർ പൗഡർ ഒരുപാട് ഇട്ടിട്ടില്ല. അപ്പം പെട്ടെന്ന് സെറ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഗാർ പൗഡർ ഇത്തിരി കൂട്ടിയിട്ടാൽ മതി. അപ്പം ഇത് പെട്ടെന്ന് സെറ്റായി കിട്ടും. മാങ്ങ മുറിച്ച് വെച്ചാണ് അതിൻ്റെ കുറച്ച് കഷ്ണങ്ങളോട് ഇട്ട് കൊടുക്കുകയാണ്. ഇത്തിരി മുന്തിരിങ്ങ. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തു. നമുക്കൊരു ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് സെറ്റായി കിട്ടും. അപ്പം നമുക്ക് അതിൻ്റെ നെക്സ്റ്റ് ലെയർ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇതിലേക്ക് ഞാൻ മെല്ലെ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഫ്രൂട്ട് ഇട്ട് കൊടുക്കാൻ പോവുക. നമ്മുടെ കോക്കനട്ട് ഓൾറെഡി സെറ്റായി തുടങ്ങി. നമുക്ക് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ അതുപോലെ ഓരോ ലെയർ ഒഴിക്കുമ്പോഴും നമ്മൾ ഉറപ്പ് വരുത്തുക അതിന് ആദ്യം ഒഴിച്ച ലെയർ നന്നായിട്ട് സെറ്റായിന്ന്. അല്ലെങ്കിൽ നമ്മൾ ഒഴിക്കുമ്പം അതെല്ലാം കൂടെ മിക്സായിപ്പോൾ നമുക്ക് ലെയറായിട്ട് കിട്ടത്തില്ല. നമുക്കതിലേക്ക് ഫ്രൂട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ഖസ്ഖസ് ഒരു 5 മിനിറ്റോളം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്. അതാണിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇത് ഫ്രൂട്ടൊക്കെ ഇട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത ശേഷം ഒന്ന് കവർ ചെയ്തിട്ട് നമുക്ക് 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വയ്ക്കണം. ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുകയാണ്. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. നമ്മളിപ്പം 2-3 മണിക്കൂർ വെച്ചാൽ പെർഫെക്റ്റായിട്ട് സെറ്റായി കിട്ടും. ഇനിയിപ്പോൾ നമ്മൾ ഓവർനൈറ്റ് വെച്ച് പിറ്റേ ദിവസം എടുത്താൽ യാതൊരു കുഴപ്പമില്ല. നമുക്ക് നേരത്തെ വേണേൽ പ്രിപ്പയർ ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി നമുക്കിത് ഇളക്കിയെടുക്കണം. അതിന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ മെല്ലെ അങ്ങോട്ടൊന്ന് കുത്തുവാണ്. നമുക്ക് ഒരുപാട് എയർ ബിൽഡ് ചെയ്യേണ്ട. അത് ഇത്തിരി ഹൈറ്റ് കൂടുതലുണ്ട്. നമുക്ക് കറക്റ്റ് ഹൈറ്റ് മതി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ പ്ലേറ്റ് എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വെക്കുക. ഞാൻ ഇതിൻ്റെ മോൾ ഭാഗം എനിക്ക് തിരിച്ചു വെക്കണം. അതുകൊണ്ട് ഞാൻ ഇതിന് മുകളിലേക്ക് വേറൊരു പ്ലേറ്റ് വെച്ചിട്ട് ഇത് തിരിക്കാൻ പോവുകയാണ്. നമുക്കിനി നമ്മൾ ആദ്യം വെച്ച ടൂത്ത് പിക്കൊക്കെ എടുത്ത് മാറ്റാം. അപ്പം നമ്മുടെ ഫ്രൂട്ട് കേക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമല്ലോ, നല്ല സൂപ്പറായിട്ട് സെറ്റായിട്ടുണ്ട്. ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയാണ്. അപ്പം നിങ്ങൾ ഇനി കുട്ടികൾക്ക് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി കൊടുക്കണേ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ
എൻ്റെ ചാനലിലുള്ള മറ്റുള്ള വീഡിയോകളും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താങ്ക് യു.